പ്രിയപ്പെട്ടവരെ, കാഴ്ചകൾക്കപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് വെറും വാക്കുകളല്ല, ഒരു നാടിൻ്റെ പ്രതീക്ഷകളാണ്. കൊടുങ്ങല്ലൂർ ദേശീയപാത വികസന പദ്ധതിയുടെ ഭാഗമായി ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ദേശീയപാത വികസിക്കണം, നാടും വികസിക്കണം, പക്ഷേ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും മറ്റുള്ളവരുടെ ജീവനും നഷ്ടപ്പെടരുത്. ആ ചിന്തയായിരുന്നു പിന്നീട് ഒരു ജനകീയ മുന്നേറ്റമായി വളർന്നത്. കാരണം ഇത് ഒരു വികസന പദ്ധതിയെ എതിർക്കാനുള്ള പോരാട്ടമായിരുന്നില്ല, വികസനത്തിനൊപ്പം മനുഷ്യജീവനും സുരക്ഷയും പരിഗണിക്കണമെന്ന ആവശ്യമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി, ദേശീയപാതയുടെ രൂപം മാറി, പക്ഷേ ജനങ്ങളുടെ ആശങ്കകൾ മാറിയില്ല. അപകടങ്ങൾ തുടർന്നു, വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു. ഓരോ അപകട വാർത്തയും ഒരു കുടുംബത്തിൻ്റെ വേദന മാത്രമായിരുന്നില്ല, ഈ ആവശ്യത്തിൻ്റെ അനിവാര്യതയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മുന്നറിയിപ്പുകളായിരുന്നു. അപ്പോഴാണ് രാഷ്ട്രീയത്തിനും സംഘടനകൾക്കും അതീതമായി ഒരു നാട് ഒരുമിച്ചത്. അതിനെ തുടർന്ന് എലിവേറ്റഡ് ഹൈവേ എന്ന കർമ്മസമിതി രൂപം കൊണ്ടു. നിവേദനങ്ങൾ നൽകി, ഉദ്യോഗസ്ഥരെ കണ്ടു, ജനപ്രതിനിധികളെ സമീപിച്ചു, യോഗങ്ങൾ നടത്തി, സമാധാനപരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു, സമരങ്ങൾ നയിച്ചു. ദീർഘമായ 17 വർഷങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ഒരു ജനത മുന്നോട്ട് തന്നെ നടന്നു. ഇതിനിടയിൽ സിഗ്നൽ അനുവദിക്കപ്പെട്ടു, എന്നാൽ അത് മാത്രം മതിയായിരുന്നില്ല. ദേശീയപാത വികസനത്തോടൊപ്പം ആകാശപാതയും വരണമെന്ന അപേക്ഷയ്ക്ക് അധികാരികൾ പ്രതീക്ഷ നൽകിയെങ്കിലും ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകാതെ വന്നപ്പോഴാണ് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സായാഹ്ന ധർണ ആരംഭിച്ചത്. ഒരു ദിവസമല്ല, ഒരു ആഴ്ചയല്ല, ഒരു മാസവുമല്ല, 928 ദിവസങ്ങൾ. അതെ, 928 ദിവസങ്ങൾ മഴയെയും വെയിലിനെയും അവഗണിച്ച്, ക്ഷീണത്തെയും നിരാശയെയും മറികടന്ന് നാടിൻ്റെ സുരക്ഷയ്ക്കും ഭാവിക്കുമായി മനുഷ്യർ വഴിയരികിൽ നിലകൊണ്ടു. ആ 928 സായാഹ്നങ്ങളിൽ തെളിഞ്ഞ ഓരോ വിളക്കും ഒരു പ്രതീക്ഷയായിരുന്നു. ഉയർന്ന ഓരോ ശബ്ദവും ഒരു ജനതയുടെ അവകാശമായിരുന്നു. ഓരോ മുദ്രാവാക്യവും ജനഹൃദയങ്ങളെ സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ ആ ശബ്ദം കേൾക്കേണ്ട ഇടങ്ങളിൽ കേൾക്കപ്പെട്ടു. അങ്ങനെ CI സിഗ്നലിൽ ദേശീയപാത അതോറിറ്റി അടിപ്പാത അനുവദിച്ചു. ഇത് ഒരു അനുമതി മാത്രമല്ല, 17 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ്. 928 ദിവസത്തെ സഹന സമരത്തിൻ്റെ വിജയവുമാണ്. ഇന്ന് ഈ നേട്ടം ആഘോഷിക്കുമ്പോൾ ഈ യാത്രയിൽ ഒപ്പമുണ്ടായ ഓരോ മനുഷ്യരെയും ഇവർ നന്ദിയോടെ ഓർക്കുന്നുണ്ടായിരുന്നു. സമരമുഖങ്ങളിൽ നിന്നവരെയും പിന്തുണ നൽകിയവരെയും ഈ ആവശ്യം ഉയർത്തിപ്പിടിച്ചവരെയും അതിലുപരി അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളെയും ആദരവോടെ ഇവർ സ്മരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ വിജയം ഒരു ദിവസം കൊണ്ട് പിറന്നതല്ല, ഇതൊരു നാടിൻ്റെ ക്ഷമയുടെ വിജയമാണ്, ഐക്യത്തിൻ്റെ വിജയമാണ്, ജനകീയ ഇടപെടലിൻ്റെ വിജയമാണ്. ഇവരിലൂടെ രക്ഷപ്പെട്ടത് നാടാണ്, നാട്ടുകാരാണ്, ഒരു നാടിൻ്റെ സ്വപ്നമാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ സഹന സമരത്തെ നമുക്കൊന്ന് വീക്ഷിച്ചാലോ? ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞത്, ഇന്ന് സമരപ്പന്തലിൽ അനുമോദനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഹൃദയത്തിലേക്ക് വന്ന വരികളാണ്. പലതവണ ഡോക്ടർ വിനോദ് സാറൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ കവിതകൾ ആലപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇന്നിതാ കാണുന്നു വിജയപുഞ്ചിരികൾ, കൂരിരുട്ടിൻ്റെ ഹൃദയം പിളർക്കുന്ന വെട്ടത്തിൻ ചങ്കുള്ള കൂട്ടാളികൾ, ഉഷിരിൻ്റെ ചിറകുള്ള പടയാളികൾ, ഒരു കൂട്ടമാളുകൾ നീളെയിരുന്നേ സമരപന്തലിൽ നാളുകളേറെയും, ഒരു കൂട്ടമാളുകൾ നീളെയിരുന്നേ സമരപന്തലിൽ നാളുകളേറെയും. നേടിയെടുത്തു ആകാശപാതകൾ 17 വർഷം കയ്പ് കുടിച്ചിട്ടും, നേടിയെടുത്തു ആകാശപാതകൾ 17 വർഷം
കയ്പ് കുടിച്ചിട്ടു അറിവിൻ്റെ ജ്വാലാമുനമ്പുകൾ നീട്ടി ആവേശച്ചൂടേറ്റി കലയാം കുലത്തിലും അറിവിൻ്റെ ജ്വാലാമുനമ്പുകൾ നീട്ടി ആവേശച്ചൂടേറ്റി കലയാം കുലത്തിലും ചിന്തയുടെ താളത്തിൽ നന്മകൾ കോർത്ത് നാട്ടാരി ഒന്നൊന്നായി എഴുന്നേറ്റു നിന്നു ചിന്തയുടെ താളത്തിൽ നന്മകൾ കോർത്ത് നാട്ടാരി ഒന്നൊന്നായി എഴുന്നേറ്റു നിന്നു വിപ്ലവ കൈകൾ ഉയർത്തി ഉയർത്തി തൊട്ടുണർത്തി ഇവർ നാടിൻ്റെ ഉണ്മകൾ വിപ്ലവ കൈകൾ ഉയർത്തി ഉയർത്തി തൊട്ടുണർത്തി ഇവർ നാടിൻ്റെ ഉണ്മകൾ കുരുക്കിട്ട ചങ്ങല കൊളുത്തഴിച്ചു അഭിമാനക്ഷതക്കലം ഉടച്ചിടുവാൻ കുരുക്കിട്ട ചങ്ങല കൊളുത്തഴിച്ചു അഭിമാനക്ഷതക്കലം ഉടച്ചിടുവാൻ കൂരിരുട്ടിൻ്റെ ഹൃദയം പിളർക്കുന്ന വെട്ടത്തിൻ ചങ്കുള്ള കൂട്ടാളികൾ ഇവർ ഉഷിരിൻ്റെ ചിറകുള്ള പടയാളികൾ ഉൾക്കിടിലമേകും ചൂണ്ടുവിരലായും പരസ്പരമാശ്വാസവാക്കുകളോതിയും ഉൾക്കിടിലമേകും ചൂണ്ടുവിരലായും പരസ്പരമാശ്വാസവാക്കുകളോതിയും നേടിയെടുക്കുവാൻ പാടുപെട്ടെങ്കിലും മിന്ന് പാടുന്നു ഒരുമയാൽ വിജയഗാഥ നേടിയെടുക്കുവാൻ പാടുപെട്ടെങ്കിലും ഇന്ന് പാടുന്നു ഒരുമയാൽ വിജയഗാഥ ഒട്ടനവധി ആളുകൾ സ്ഥിരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഴി ഒരു കാരണവശാൽ നമ്മളിപ്പോ പറയുന്നത് നമുക്ക് വലിയ വലിയ ഇതൊന്നും പണിതരണത് നമുക്ക് അടിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു പാത ഒരു എന്താ പറയാ അടിപ്പാത എങ്കിലും ചെറിയ വണ്ടികളും മനുഷ്യർക്ക് നടന്നു പോകാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാനൊക്കെ സുഗമമായിട്ട് പോകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപ്പാതയാണ് നമ്മളിപ്പോ ആവശ്യപ്പെടുന്നത് അടിപ്പാത എങ്കിലും അനുവദിച്ചു തരാതെ നമ്മുടെ സമരത്തിൽ നമ്മൾ പിന്നോട്ടില്ല എന്ന് നമ്മൾ ഈ പ്രദേശത്തെ ആളുകൾ മുഴുവനായി തന്നെ ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തിന്റെ രൂപത്തെ മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. സമരം അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും രേഖാമൂലമുള്ള കാര്യങ്ങൾ അധികാരികളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഇത് അവസാനിക്കുള്ളൂ. വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇന്നേ വരെ നേടിയെടുത്ത ഒരു ചരിത്രമില്ല. പക്ഷെ കൊടുങ്ങല്ലൂരിൽ സമരം ചെയ്ത് നേടിയെടുത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, നാളെ ഈ എലിവേറ്റഡ് ഹൈവേയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ തൂണുകളിലും പാതകളിലും ഈ നാടിൻ്റെ സ്വപ്നങ്ങളും ഒരുപാട് മനുഷ്യരുടെ സഹനവും ത്യാഗവും പതിഞ്ഞിട്ടുണ്ടെന്ന് ഒരു നിമിഷമെങ്കിലും ഓർക്കണം. ഈ നാടിനു വേണ്ടി തെരുവോരങ്ങളിൽ ഇരുന്ന് വെയിലും മഴയും സഹിച്ച് ശബ്ദമുയർത്തിയവരെ സ്മരിക്കണം. ഇവരുടെ കൂടെ ഒരു ദിവസമെങ്കിലും ഇരിക്കാനായില്ലല്ലോ എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ചെറിയ ഖേദമെങ്കിലും ജനിക്കുന്നുവെങ്കിൽ അതാണ് ഈ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ ആദരം. കാരണം ഈ വഴി കോൺക്രീറ്റും കമ്പിയും കൊണ്ട് മാത്രം നിർമ്മിച്ചതല്ല, ഒരു നാടിൻ്റെ ഐക്യവും പ്രതീക്ഷയും കൊണ്ട് നിർമ്മിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം.